ഭാര്യാപിതാവിന്റെ സുഖവിവരം അറിയാൻ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ യാത്രയെക്കുറിച്ചുള്ള വാർത്തകളും ട്രോളുകളുമാണ് കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയ ഭരിക്കുന്നത്. ഇപ്പോഴിതാ അതിന് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. താൻ പോയത് സ്വകാര്യ ആവശ്യത്തിനല്ലെന്നും ഒരു നിക്ഷേപക ഗ്രൂപ്പിനെ കാണാനാണ് പോയതെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. എന്നാൽ ആരെയാണ് കാണാൻ പോയതെന്നോ അവരുടെ പേരെന്താണെന്നോ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. അവരെ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കണോ എന്നും അതിനെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. മാത്രമല്ല, മറ്റൊരു വിശദീകരണം കൂടി അദ്ദേഹം പറഞ്ഞു. താൻ നടത്തിയ ഹെലികോപ്റ്റർ യാത്ര കാരണം സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ല എന്നായിരുന്നു അത്. 1 രൂപ പോലും ഈ സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: കൊച്ചിയിലെത്തിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിനെ കാണാനാണ് ഹെലികോപ്റ്ററിൽ വന്നത്. രാത്രി കാണാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അതിനായി വന്ദേ ഭാരതിൽ ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ ആ സംഘത്തിന് സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണമെന്ന് അറിയിച്ചു. അതേ തുടർന്നാണ് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് പോയത്. അദ്ദേഹം വിശദീകരിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ട ശേഷമാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലെത്തിയത്. കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ തമിഴ്നാട് ശ്രമിക്കുന്നതിനിടയിൽ താൻ അവരെ കാണാതിരിക്കുന്നത് സംസ്ഥാനത്തിന് ദോഷകരമാകുമെന്ന് കരുതിയാണ് ഹെലികോപ്റ്റർ യാത്ര നടത്തിയത്. അവരെ കണ്ടില്ലെങ്കിൽ പിന്നെ അതും ആക്ഷേപത്തിന് കാരണമാകും. സമയക്കുറവ് മൂലമാണ് വന്ദേ ഭാരതിൽ പോകാനുള്ള പ്ലാന് മാറ്റിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ആരാണ് ആ നിക്ഷേപകർ? എന്തിലേക്കാണ് അവർ നിക്ഷേപം നടത്തുന്നത്? എന്താണ് കേരളത്തിലുള്ള അവരുടെ പ്ലാൻ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം എന്ന് ചോദിച്ച വി.ഡി. സതീശൻ നിക്ഷേപകരുടെ പേര് വലിച്ചിഴച്ച് ആ പദ്ധതി തന്നെ ഇല്ലാതാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന ഒരു കുറ്റപ്പെടുത്തലും നടത്തി. ഇനിയിപ്പോ അവരുടെ പേര് കൂടി വലിച്ചിഴയ്ക്കാനാണോ ശ്രമം? പദ്ധതിയിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമ്പോൾ അത് അറിയിക്കും. ഇപ്പോൾ അവരെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിലൂടെ സർക്കാരിന് 1 രൂപയുടെ പോലും അധിക ചെലവ് ഉണ്ടായിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. പ്രതിമാസം 80 ലക്ഷം രൂപ വാടക നൽകി 25 മണിക്കൂർ സൗജന്യമായി പറക്കാൻ കരാറുള്ള ഹെലികോപ്റ്ററാണ് താൻ ഉപയോഗിച്ചത്. ഈ 25 മണിക്കൂർ ഉപയോഗിച്ചില്ലെങ്കിലും സർക്കാരിന് 80 ലക്ഷം രൂപ നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ LDF സർക്കാർ അടുത്ത സെപ്റ്റംബർ വരെയാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നത്. ഈ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനാൽ സാമ്പത്തിക നഷ്ടത്തിന്റെ ചോദ്യമേ ഉദിക്കുന്നില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്രതിമാസം 80 ലക്ഷം രൂപ വാടക നൽകുന്ന ഹെലികോപ്റ്ററിന്റെ കരാർ കാലാവധി ഈ മാസം അവസാനിക്കാനിരിക്കുകയാണ്. പ്രതിമാസം 25 മണിക്കൂർ പറക്കാനാണ് കരാറുള്ളത്. ഇത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിശ്ചിത വാടക നൽകേണ്ടതുണ്ട്. മാവോയിസ്റ്റ് വേട്ട, പ്രകൃതി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനം, ആരോഗ്യ മേഖലയിലെ അടിയന്തര യാത്രകൾ എന്നിവ മുൻനിർത്തിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇതുവരെ 3-4 മണിക്കൂർ മാത്രമാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചൽ സമയത്താണ് ഇതിനു മുമ്പ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. അന്നും അത് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിന് കാരണം ഹെലികോപ്റ്റർ വാങ്ങുന്നത് ധൂർത്താണെന്ന് പറഞ്ഞ് അന്നത്തെ ഇടത് സർക്കാരിനെ വിമർശിച്ചവർ തന്നെ അത് ഉപയോഗിക്കേണ്ടി വന്നതിലായിരുന്നു ആ വിമർശനങ്ങൾ. തന്റെ യാത്രയെ വിമർശിക്കുന്നവർ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻകാല യാത്രകൾ പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അതിന്റെ പണം ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് നൽകിയതെന്നുമുള്ള ആരോപണവും സതീശൻ ഉയർത്തുന്നുണ്ട്. ആ ചരിത്രമൊന്നും പറയിപ്പിക്കരുതെന്നും താൻ ഒരു പാർട്ടി സമ്മേളനത്തിനും ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ചിട്ടില്ലെന്നും ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ലെന്നുമെല്ലാം അദ്ദേഹം ആവർത്തിക്കുന്നതും വാർത്താ സമ്മേളനത്തിൽ കാണാനായി. മുഖ്യമന്ത്രിയുടെ ഈ യാത്രയെ ന്യായീകരിച്ച് പല നേതാക്കളും രംഗത്ത് വന്നിരുന്നു. ഈ സർക്കാർ പണം കൊടുത്തില്ലെന്നും കരാറെടുത്തത് മുൻ സർക്കാർ ആണെന്നും കഴിഞ്ഞ സർക്കാർ നൽകിയ പണത്തിലാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതെന്നുമാണ് ആന്റണി MP പറഞ്ഞത്. മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ആവശ്യം വന്നാൽ യാത്ര പോകും. സ്വകാര്യ ആവശ്യത്തിന് ഹെലികോപ്റ്ററിൽ പോകുന്നതിൽ എന്താണ് തെറ്റ് എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. മാസം 25 മണിക്കൂർ കവിഞ്ഞാൽ അധികം വരുന്ന ഓരോ മണിക്കൂറിനും 90,000 രൂപ വീതമാണ് നിലവിലെ കരാർ തുക. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഈ പരിധി കവിഞ്ഞിട്ടില്ലെന്നും
അരമണിക്കൂർ അധികം പറഞ്ഞ സന്ദർഭങ്ങളിൽ പോലും കമ്പനി അധിക തുക ഈടാക്കിയിട്ടില്ലെന്നുമാണ് സർക്കാരിനോടും ഏവിയേഷൻ മേഖലയോടും അടുത്ത വൃത്തങ്ങൾ ഫേസ്ബുക്കിൽ വെളിപ്പെടുത്തുന്നു. 2023 മുതൽ വാടകയ്ക്കെടുത്തിട്ടുള്ള ഈ ഹെലികോപ്റ്റർ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് സംസ്ഥാന പോലീസാണ്. തീരദേശ വനപ്രദേശ പട്രോളിംഗ്, ദുരന്ത നിവാരണം, മറ്റ് നിയമപരിപാലന ദൗത്യങ്ങൾ എന്നിവയ്ക്കായിരുന്നു ഭൂരിഭാഗം പറക്കലുകളും. പോലീസ് കഴിഞ്ഞാൽ മാത്രമാണ് മന്ത്രിമാർ, മുഖ്യമന്ത്രി, ഗവർണർ എന്നിവർ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. 10ലേറെ തവണ അത്യാസന്ന നിലയിലുള്ള രോഗികൾക്കായി അവയവ കൈമാറ്റ പ്രക്രിയകൾക്കും ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. കേരളത്തിൽ പ്രളയ സമാനമായ സാഹചര്യം തുടങ്ങിയപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും പകരം മുഖ്യമന്ത്രി ലീഗ് നേതാവിന്റെ വീട്ടിൽ സൽക്കാരത്തിലായിരുന്ന വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് പരിഹാസമായിരുന്നു മറുപടി. കേരളത്തിൽ വെള്ളക്കെട്ടുണ്ടായാൽ താൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്നും തെറ്റുപറ്റിയതാണ്, ഇനി ഭക്ഷണം കഴിക്കില്ല എന്നുമായിരുന്നു മറുപടി. കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കാത്തതിന് ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. എന്നാൽ ഈ വിഷയത്തിലും ഉരുണ്ടുകളിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൃത്യമായ ഏകോപനം യാത്രാമധ്യേ നടത്തിയെന്നും പ്രളയം നിയന്ത്രണ വിധേയമാണ് എന്നുമായിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. എന്തായാലും എപ്പോഴും എന്ന പോലെ അതുവരെയുള്ള വിവാദങ്ങളുടെ മുന കുറെയെല്ലാം തന്റെ 1 മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒടിച്ചുവിട്ടുവെന്നാണ് കോൺഗ്രസ് ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നത്.